വടക്കൻ കേരളത്തിലെ ക്രമസമാധാന പാലനത്തിന് പുതിയ ദിശാബോധം നൽകാനും കണ്ണൂരിലെ രാഷ്ട്രീയ ക്രിമിനൽ കോട്ടകളെ വിറപ്പിക്കാനുമായി സംസ്ഥാനത്തെ IPS തലപ്പത്ത് പിണറായി സർക്കാരിന്റെ വലിയ അഴിച്ചുപണി. ക്രമസമാധാന ചുമതലയുള്ള നോർത്ത് സോൺ IG, ഇന്റേണൽ സെക്യൂരിറ്റി IG എന്നിവർക്ക് പുറമെ തൃശൂർ, കണ്ണൂർ റേഞ്ച് DIGമാർക്കും പുതിയ അമരക്കാരെ നിശ്ചയിച്ചുകൊണ്ട് പൊതുഭരണ വകുപ്പ് അടിയന്തര ഉത്തരവിറക്കി. വിവിധ ജില്ലകളിൽ നിന്നും മാറ്റപ്പെട്ട് പുതിയ തസ്തികയ്ക്കായി കാത്തിരുന്ന മുതിർന്ന SP-മാർക്കും പുതിയ ചുമതലകൾ നൽകിയിട്ടുണ്ട്. വർദ്ധിച്ചു വരുന്ന ജോലിഭാരവും അന്വേഷണങ്ങളുടെ വ്യാപ്തിയും കണക്കിലെടുത്ത് 4 പുതിയ എക്സ് കേഡർ തസ്തികകൾ താൽക്കാലികമായി സൃഷ്ടിച്ചാണ് ജൂൺ 16 ഈ അഴിച്ചുപണി. ഗവർണറുടെ ഉത്തരവിൻ പ്രകാരം പൊതുഭരണ വകുപ്പ് അഡീഷണൽ സെക്രട്ടറി രാജേഷ് GR ആണ് അടിയന്തര പ്രാബല്യത്തോടെയുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഇന്റേണൽ സെക്യൂരിറ്റി IG പദവിയിലിരുന്ന കടുത്ത നിലപാടുകാരനായ പുട്ട വിമലാതിഥിയാണ് പുതിയ നോർത്ത് സോൺ IG. കള്ളക്കടത്തും ഗുണ്ടാവിളയാട്ടവും തടയാൻ കർക്കശക്കാരനായ ഒരു ഓഫീസറെ തന്നെ വടക്കൻ കേരളത്തിന്റെ തലപ്പത്ത് പ്രതിഷ്ഠിക്കണമെന്ന സർക്കാരിന്റെ തീരുമാനപ്രകാരമാണിത്. ആംഡ് പോലീസ് ബറ്റാലിയൻ IG ആയിരുന്ന S സതീഷ് ബിനോയാണ് പുട്ട വിമലാതിഥിന് പകരക്കാരനായി എത്തുന്ന പുതിയ ഇന്റേണൽ സെക്യൂരിറ്റി IG. തൃശൂർ, കണ്ണൂർ റേഞ്ചുകളിലെ DIGമാരുടെ നിയമനത്തിലാണ് നാടകീയമായ വൻ മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നത്. തൃശൂർ റേഞ്ച് DIGയായി മാറ്റാൻ മുൻപ് ഉത്തരവുണ്ടായിരുന്ന കാർത്തിക് കെയെ ക്രമസമാധാന പാലനത്തിൽ കണ്ണൂരിലെ സവിശേഷ സാഹചര്യം കണക്കിലെടുത്ത് പുതിയ ഉത്തരവ് പ്രകാരം കണ്ണൂർ റേഞ്ച് DIGയായി അടിയന്തരമായി നിയമിച്ചു. കണ്ണൂരിലെ ഗുണ്ട കരിഞ്ചന്ത ലോബികൾക്കെതിരെ കർശന നടപടിയെടുക്കാൻ കാർത്തിക്കിന് പ്രത്യേക നിർദ്ദേശമുണ്ട്. അതേസമയം കണ്ണൂർ റേഞ്ചിലേക്ക് സ്ഥലം മാറ്റാൻ മുൻപ് നിശ്ചയിച്ചിരുന്ന നാരായൺ TA തൃശൂർ റേഞ്ച് DIGയായി തന്നെ നിലനിർത്തുകയും ചെയ്തിട്ടുണ്ട്. പാലക്കാട്, വയനാട്, തിരുവനന്തപുരം റൂറൽ, കോട്ടയം തുടങ്ങിയ ജില്ലകളിൽ നിന്നും മുൻപ് മാറ്റപ്പെടുകയും പുതിയ പോസ്റ്റിംഗിനായി കാത്തിരിക്കുകയും ചെയ്ത പ്രമുഖ ഉദ്യോഗസ്ഥർക്കെല്ലാം പുതിയ ചുമതലകൾ ലഭിച്ചു. മലപ്പുറം ക്രൈംബ്രാഞ്ച്, കൊച്ചി സിറ്റി, തിരുവനന്തപുരം വിജിലൻസ്, തിരുവനന്തപുരം സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം എന്നിവിടങ്ങളിൽ പേ മാട്രിക്സ് ലെവൽ 11 ഒരു വർഷത്തെ കാലാവധിയിലാണ് പുതിയ എക്സ് കേഡർ തസ്തികകൾ രൂപീകരിച്ചത്. പുതിയ മാറ്റങ്ങൾ ഇങ്ങനെയാണ്. മുൻ പാലക്കാട് ജില്ലാ പോലീസ് മേധാവി അജിത് കുമാറിനെ നിലവിലുള്ള ഒഴിവിൽ ടെലികോം SP-ആയി നിയമിച്ചു. ക്രൈംബ്രാഞ്ച് കോഴിക്കോട് അല്ലെങ്കിൽ വയനാട്ടിലേക്ക് മാറ്റാൻ മുൻപ് ഉത്തരവുണ്ടായിരുന്ന മോഹനചന്ദ്രൻ നായർ MPയെ പുതിയതായി സൃഷ്ടിച്ച മലപ്പുറം ക്രൈംബ്രാഞ്ച് SP തസ്തികയിലാണ് നിയമിച്ചിരിക്കുന്നത്. മുൻ വയനാട് ജില്ലാ പോലീസ് മേധാവി അരുൺ K പവിത്രൻ കൊച്ചി സിറ്റി DCP-2 ആയിട്ട് ചുമതലയിൽ. തിരുവനന്തപുരം റൂറൽ ജില്ലാ പോലീസ് മേധാവി രുവാനപ്പൊടി മഹേഷ് തിരുവനന്തപുരം വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ SP ആകും. കോട്ടയം ജില്ലാ പോലീസ് മേധാവി പദവിയിൽ നിന്നുമാറിയ ഷാഹുൽ ഹമീദ് AE തിരുവനന്തപുരം റേഞ്ച് സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം SP-ആയി നിയമിച്ചു. കൊച്ചി സിറ്റി DCP-2 ആയിരുന്ന ഷഹൻഷാ KS ആണ് പുതിയ തിരുവനന്തപുരം സിറ്റി DCP.